everyone, welcome back to Salem Learning and heartily welcome to our English class. This is Mama Shaju, you can call me SJ. In this class, we are going to discuss how to score full marks in case study. Let me ask you, what is a case study? Yes, ഈ case study എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ കേസ് സ്റ്റഡി. ഓക്കെ, ഹാവ് യു ഹേർഡ് അൺസീൻ പാസേജസ് ഇൻ യുവർ എക്സാമിനേഷൻ? ഉണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഈ അൺസീൻ പാസേജസ്? മെയിനായിട്ട് രണ്ട് അൺസീൻ പാസേജസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുക. ഇത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പേപ്പറിലാണ് ഉണ്ടാവുന്നത്. റെഡിയല്ലേ? ഈ രണ്ട് അൺസീൻ പാസേജസ് തന്നിട്ട് ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും 10 മാർക്ക് വീതമാണ് ഉണ്ടാവുക, രണ്ട് പാസേജ്. അപ്പോൾ ടോട്ടൽ 20 മാർക്സ് ആയിരിക്കും നമുക്ക് ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം അല്ലെങ്കിൽ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ഇസ് എ ഡിസ്കർസീവ് പാസേജ് ആയിരിക്കും. ഒരു ചെറിയ പാസേജ് വന്നിട്ട് കുറച്ച് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓരോന്നിനും ഓരോ മാർക്ക്, 10 മാർക്സ് അങ്ങനെ ടോട്ടൽ. ഓക്കെ, ആൻഡ് അതേഴ്സ് എ കേസ് ബേസ്ഡ് ഫാക്ച്വൽ പാസേജ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, കേസ് ബേസ്ഡ് ഫാക്ച്വൽ പാസേജ് ആയിരിക്കും. അതിനകത്ത് ഡേറ്റാസ് തന്നിട്ടുണ്ടായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് തന്നിട്ടുണ്ടായിരിക്കും, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അടിപൊളി ചോദ്യമാണ്. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, ആദ്യം ഡിസ്കസീവ് പാസേജ്. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഡിസ്കസീവ് പാസേജ് ഓഫ് 400 to 450 വേർഡ്സ് ആർ ആസ്ക്ഡ് ടു ടെസ്റ്റ് ദ സ്റ്റുഡൻസ് ഇൻഫറൻസ്, ഇവാലുവേഷൻ ആൻഡ് വൊക്കാബുലറി. കുട്ടികളുടെ ഇവാലുവേഷൻ, അതുപോലെ തന്നെ ഇൻഫറൻസ്, അതുപോലെ തന്നെ വൊക്കാബുലറി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 400-450 വാക്കുകളുടെ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒന്നിലധികം പാരഗ്രാഫുകൾ തന്നിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സിമ്പിളാണ്. പാസേജ് വായിക്കുന്നു, ആൻസർ എഴുതുന്നു, വലിയ സീനൊന്നുമില്ല അല്ലേ? ദേ ഹാവ് ടു ആൻസർ 10 out of 12 ക്വസ്റ്റ്യൻസ്. 12 ചോദ്യം നിന്നിട്ട് അതിൽ നമ്മൾ എത്ര എണ്ണം എഴുതിയാൽ മതി? വെറും 10 എണ്ണം എഴുതിയാൽ മതി. റെഡിയല്ലേ? അപ്പോൾ ഇതാണ് ആദ്യത്തെ ആള്. പക്ഷെ അതല്ല നമ്മുടെ ടോപ്പിക്ക്. നമ്മൾ കേസ് സ്റ്റഡി എന്നാണ് പറയുന്നത്. കേസ് ബേസ്ഡ് ഫാക്ച്വൽ പാസേജ് ഇസ് ദ സെക്കൻഡ് വൺ. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഇവിടെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 200 to 250 വേർഡ്സ് വിത്ത് വിഷ്വൽ ഇൻപുട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, ദെൻ ചാർട്ട്സ് എക്സെട്ര. ഗ്രാഫ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ഡേറ്റാസ് ഒക്കെ തന്നിട്ട്, ചാർട്ടൊക്കെ തന്നിട്ട്, കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ഒക്കെ തന്നിട്ട് ഉള്ള ഒരു 200-250 വാക്കുകളുടെ ഒരു 2-3 പാരഗ്രാഫുകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു ഫാക്ച്വൽ ബേസ്ഡ് പാസേജ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെയും 12 ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് ഒരു 10 എണ്ണം എഴുതിയാൽ മതി. ചോയ്സ് ഉണ്ടാവും. അങ്ങനെ 10 into 1 10 മാർക്സ് ആണ് ടോട്ടൽ ഉണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെയധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടോട്ടൽ മാർക്കിൻ്റെ നമ്മുടെ പരീക്ഷ 80-ലാണെങ്കിൽ ആ ടോട്ടൽ മാർക്കിൻ്റെ 25% ഓഫ് മാർക്സ് എവിടെയാണെന്നറിയോ? ഈ പാസേജിൽ നിന്നാണ് വരിക. ചില്ലറ കാര്യമല്ല. 80 മാർക്കിൽ 20 മാർക്കും എവിടെ നിന്നാണ്? പാസേജ് പഠിച്ചാലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ പാസേജ് നമ്മൾ കംപ്ലീറ്റ് ഫുൾ മാർക്സും നമ്മൾ എഴുതി എടുക്കേണ്ടത് എന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചെടുക്കേണ്ട കാര്യം. കാരണം ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു മിസ്റ്റേക്സ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടും മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ ഇഷ്ടം പോലെ പാസേജസ് തന്നിട്ടുണ്ടായിരിക്കും. പാസേജസ് വായിച്ചു നോക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആൻസേഴ്സ് നമ്മൾ എഴുതിയത് ശരിയാണോ നോക്കാൻ പറ്റും. ഓക്കെ, ബേസിക്കലി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ആയിരിക്കും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊന്ന് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് ഇതിന് കംപ്ലീറ്റ് മാർക്കും വാങ്ങിക്കാൻ പറ്റുക. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ മാത്സ്, ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാറില്ലേ അല്ലേ? ആ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാറില്ലേ? ഇതുപോലെ തന്നെ ഏതും വർക്കൗട്ട് ചെയ്യണം, ഇംഗ്ലീഷിൻ്റെയും വർക്കൗട്ട് ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്നൊരു പാസേജ് വായിച്ചിട്ട് എക്സാമിനേഷൻ ഹാളിൽ നമുക്കങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് മാർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല, കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ളൊരു പ്രാക്ടീസിങ് സെഷൻ ആവശ്യമാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇപ്പോൾ ഒരു പാസേജ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ പാസേജ് വന്നിട്ടുണ്ട്. ഈ പാസേജിൽ 1, 2, 3, 4 പാരഗ്രാഫുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 4 പാരഗ്രാഫായിട്ട് തിരിച്ചിട്ട് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഒരൊറ്റ വായന
ഓക്കെ, സ്കിമ്മിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരൊറ്റ വായന വായിച്ചു നോക്കുക. ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ക്വസ്റ്റ്യൻസിലേക്ക് വന്നിട്ട് പിന്നെയും നമ്മൾ പാസേജിലേക്ക് പോകാം. ഓക്കെ, അവർ പറയും RRT എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. RRT റിവേഴ്സ് റീഡ് ടെക്നിക്ക് എന്ന് പറയും, റിവേഴ്സ് റീഡിങ് ടെക്നിക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ ആദ്യം ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതൊന്നും എവിടേക്ക് പോകും, പാസേജിലേക്ക് പോകാമെന്ന് പറയുന്നത്. ഞാനത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിനേക്കാൾ നല്ലത് ഒരൊറ്റ തവണ ഓടിച്ച് നമ്മുടെ പാസേജ് വായിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഈ പാസേജിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടി. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പ്രീ ഹിസ്റ്റോറിക് റോക്കിനെ കുറിച്ചാണ് ചോദ്യം. ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഞാനിങ്ങനെ പ്രീ ഹിസ്റ്റോറിക് റോക്ക് അന്വേഷിച്ച് ഇങ്ങനെ പാസേജിൽ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രീ ഹിസ്റ്റോറിക് റോക്കിനെ കുറിച്ചിട്ട് ലാസ്റ്റ് പാരഗ്രാഫിലുണ്ടാവും, അതുപോലെ തന്നെ ഫസ്റ്റ് പാരഗ്രാഫിലും ഉണ്ടാവാം, ഇല്ലേ? അപ്പോൾ അത് ഞാൻ എൻ്റെ കണ്ണുകൾ പതിയുന്നത് ചിലപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിലായിരിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിലായിരിക്കും. അപ്പോൾ ഞാൻ അതെന്നെ ഉത്തരം എന്ന് വിചാരിച്ചിട്ട് അവിടെ അത് എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യും. മനസ്സിലായില്ലേ? ചിലപ്പോൾ തെറ്റായിരിക്കാം, അതിൻ്റെ ആൻസർ ചിലപ്പോൾ എവിടെയായിരിക്കും, ലാസ്റ്റ് പാരഗ്രാഫിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഓവറോൾ റീഡിങ് ഫസ്റ്റ് ഏറ്റവും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഒരു സമയം നഷ്ടപ്പെടാനില്ല. ഇതിനാണ് നമ്മൾ പ്രാക്ടീസ് വേണമെന്ന് പറയുന്നത്. നല്ല സ്പീഡിൽ വായിക്കാൻ നമുക്ക് എന്ത് വേണം, പ്രാക്ടീസ് ഉണ്ടാവണം. അത് റെഗുലറായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ സ്കിമ്മിങ് ചെയ്യുക, പെട്ടെന്ന് വായിച്ചു നോക്കുക, ശേഷം ക്വസ്റ്റ്യനിലേക്ക് വരിക, ക്വസ്റ്റ്യൻ നമ്മൾ എവിടേക്ക് തിരിച്ചു പോവുക, പാസേജിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ വായിച്ചു നോക്കിയാണല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഐഡിയാസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മളെ സഹായിക്കാൻ അവിടെ എന്തുണ്ടാവും, ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേഗം ഈ പാരഗ്രാഫിൻ്റെ ഒരു ചെറിയൊരു മോഡലായിട്ട് ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഞാനത് പെട്ടെന്ന് വായിക്കാം. ദ സഹാറ സെറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഫോർ ഡ്രൈ ലാൻഡ്. It's the world's largest desert, Sahara Desert. Relative humidity can drop into the low single digits. There are places where it rains only about once a century. There are people who reach the end of their lives without ever seeing water coming from the sky. That means raining കാണാതെ മരിച്ചു പോകുന്നത്രോ എന്താ പറയുക തലമുറകളുണ്ട്. ഇനിയോ, yet beneath the Sahara are vast aquifers of fresh water, enough liquid to fill a small sea. ദൈവമേ, it is a fossil water, a treasure laid out by the prehistoric times. Okay, some of it possibly a million years old. Just years ago, the Sahara was quite a different place. It was green. Prehistoric rock art in Sahara shows something surprising. Hippopotamus who need water year round. ഇങ്ങനെ പോകുന്നു പാസേജ്. അപ്പോൾ ഞാൻ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചിട്ടുള്ളൂ, നമ്മുടെ സമയക്കുറവുണ്ട്. നേരെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നു. On the basis of your understanding of the passage, answer any 10 questions from the 12 that follows. നമുക്കറിയാം. Question number 1. In the line prehistoric rock art in the Sahara, the word prehistoric does not mean dash. Does not mean ആണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു വേണം. എന്താണ് does not mean dash? പ്രിമിറ്റീവ് ആണോ? പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ പുരാതനം അല്ലേ? മോഡേൺ ആണോ? ഏൻഷ്യൻ്റ് ആണോ? പ്രിസ്റ്റൈൻ ആണോ? യെസ്, അവിടെ ഒരൊറ്റ വേർഡ് മാത്രമേ ഉള്ളൂ. ഏത്? ഇതിൻ്റെ മീനിങ് അല്ലാതെ പ്രീ ഹിസ്റ്റോറിക് എന്നതിൻ്റെ അർത്ഥം വരാത്ത ഒരേ ഒരു വേർഡേ ഉള്ളൂ. നമുക്ക് മനസ്സിലാവും എവിഡൻ്റ് ആണ്, മോഡേൺ ആണ് അല്ലേ? മോഡേൺ ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര സിമ്പിളാണ് ഈ ചോദ്യങ്ങൾ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ സഹാറ ഡെസേർട്ട് ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, നമുക്ക് അതിൻ്റെ ഏതാണ് കറക്റ്റ് വേണമെന്ന് നോക്കാം. ദ inability of soil to hold water, the washing away and the fast evaporation of water, the tendency of the soil absorbing all the water, strong sunlight in the desert. പാസേജ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഏതാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സഹാറ ഡെസേർട്ട് ഇസ് കറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ നേരത്തെ ഫസ്റ്റത്തെ ആയിരുന്നു ഡെസൻറ്റ് എന്ന് പറയുന്നത്, ഇവിടെ കറക്റ്റ് ആയതുകൊണ്ട് നമുക്കറിയാം ഫസ്റ്റ് സെൻറ്റൻസ് തന്നെയാണ്. ദ ഇനബിലിറ്റി ഓഫ് സോയിൽ ടു ഹോൾഡ് വാട്ടർ നമ്മളിപ്പോൾ വായിച്ച സെൻറ്റൻസ് ആണ് അല്ലേ? അപ്പോൾ നമുക്കത് വേഗം കറക്റ്റായി മനസ്സിലായി. സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെസേർട്ട് ഇസ്. അതിന് നിങ്ങൾ ആ പാസേജ് വായിക്കണമെന്നൊന്നുമില്ല, നമുക്കറിയാം ഏത് തന്നെയാണ്, സഹാറ തന്നെയാണ് അല്ലേ? ഓപ്ഷൻസ് ഉണ്ട്, സഹാറയാണ്. നെക്സ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നാലും നമ്മളൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി പാസേജിലൂടെ കണ്ണുപിടിച്ചാൽ നല്ലത്, സമയം വേണമെങ്കിൽ ലാഭിക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ സഹാറ ഡെസേർട്ട് ഇസ് കറക്റ്റ്? പിന്നെയും ഓക്കെ, അത് നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പീറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങളാണ് നമുക്ക് എവിടെ ഉണ്ടാവുക, ഈ പാസേജ് തന്നിട്ട് ചോദിക്കുക. അപ്പോൾ അതുപോലെ ഇപ്പം ഞാൻ ഫസ്റ്റ് പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് വന്നുള്ളത്. അപ്പോൾ അതേപോലെ സെക്കൻഡ് പാരഗ്രാഫ് എന്നുണ്ടാവും, തേർഡ് പാരഗ്രാഫ് എന്നുണ്ടാവും, അതുപോലെ ഫോർത്ത് പാരഗ്രാഫ് എന്നുണ്ടാവും. ഓരോ പാരഗ്രാഫുകളും നമ്മൾ ഓരോന്നോരോന്നായിട്ട് വായിച്ച് നോക്കുക. അതിൻ്റെ ആൻസേഴ്സിനെ നമ്മളെ ക്വസ്റ്റ്യൻസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് RRT ടെക്നിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് മുമ്പേ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കിയിട്ട്, അപ്പോൾ എവിടെയും ഒരു പഴുതടിച്ച രീതിയിൽ എന്ന് വെച്ചാൽ മാർക്ക് എവിടെയും പോകാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം വായിക്കുന്നു, പിന്നെയും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മുടെ പാസേജിലേക്ക് പോകുന്ന രീതിയായിരിക്കും ഏറ്റവും ആപ്റ്റായ രീതി എന്ന് പറയുന്നത്. പിന്നെ ഈ സ്പീഡിൽ വായിക്കുന്ന സമയത്ത് ചില കീ വേർഡ്സ് ഉണ്ടാവില്ലേ, ആ കീ വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ ആ പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയുന്ന വേർഡ് ഒരു കീ വേർഡാണ്. എങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് ആ പ്രീ ഹിസ്റ്റോറിക്കുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ചോദ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ആ പ്രീ ഹിസ്റ്റോറിക് ഞാൻ വായിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ചില ഓപ്ഷൻസ് ഒന്നും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ വേൾഡ്സ് ലാർജസ്റ്റ് ഡെസേർട്ട്, അതൊന്നും നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് എത്താം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയായിട്ടും ആൻസർ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ആ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ബാക്കി എണ്ണം എഴുതിയാൽ മതി. 12 ക്വസ്റ്റ്യൻസ് എന്ന് 10 എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ആ 12ൽ നിങ്ങൾക്ക് ഏതൊക്കെ 2 എണ്ണം വേണമെങ്കിൽ ഒഴിവാക്കാം. കൺഫ്യൂസിങ് ആയതുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഡസ് നോട്ട് മീൻ എന്ന് പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചിലപ്പോൾ പല ആൾക്കാരും കാണൂല. ഓക്കെ, അതേ മീനിങ് വരുന്ന വാക്ക് പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് എന്നിലേക്ക് പോകാനാണ് നമുക്ക് എപ്പോഴും എന്തുണ്ടാവുക, ഒരു താല്പര്യം ഉണ്ടാവുക. കാരണം മീനിങ് ആണ് ചോദിച്ചത് എന്നായിരിക്കും നമ്മൾ ആലോചിക്കുക. അങ്ങനെയല്ല, നിങ്ങളുടെ ആ ഒരു അനലിറ്റിക്കൽ പവറും കൂടെയാണ് അവർ നോക്കുന്നത്. കാര്യങ്ങളെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവിനെയും കൂടെയാണ് അവർ അന്വേഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് മാർക്ക്, മനസ്സിലാക്കുക. സോ ഒന്ന് മനസ്സിരുത്തിയിട്ട് സമാധാനമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. ഇടിപിടിയെന്നാകുമ്പോഴാണ് എന്ത് ചെയ്യുക, തെറ്റിപ്പോവുക. ആദ്യത്തെ വായന പാസേജ് വായിക്കുമ്പോൾ സ്പീഡിൽ വായിച്ചാൽ കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സമാധാനത്തിൽ മനസ്സിരുത്തി വായിക്കുക. ശേഷം പിന്നെയും പാസേജിലേക്ക് പോവുക, അണ്ടർലൈൻ ചെയ്യുക, കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ടും ഈ ഇംഗ്ലീഷിലെ കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഫാക്ച്വൽ പാസേജിൽ നിന്നുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.